ഇന്ന് ഓഗസ്റ്റ് 15 പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളാണ്. പരിശുദ്ധ കത്തോലിക്ക സഭ പരിശുദ്ധ കന്യകാമറിയത്തിന് വളരെ വലിയ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. പരിശുദ്ധ തൃത്വം കഴിഞ്ഞാൽ അതിന് തൊട്ടു താഴെയുള്ള സ്ഥാനമാണ് പരിശുദ്ധ മറിയത്തിന് നൽകിയിരിക്കുന്നത്. അമ്മ മറിയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പ്രമാണരേഖകളും പഠനങ്ങളും ചാക്രിക ലേഖനങ്ങളുമുണ്ട്. രണ്ടാം വത്തിക്കാൻ സൂനഹദോസിൽ ലുമൻ ജെൻസിയും എന്ന പ്രമാണരേഖയിൽ പരിശുദ്ധ അമ്മയെ സഹരക്ഷക എന്നാണ് വിളിക്കുന്നത്. കത്തോലിക്ക സഭയിൽ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള 4 വിശ്വാസ സത്യങ്ങളാണുള്ളത്. 1. പരിശുദ്ധ കന്യകാമറിയം ദൈവമാതാവാണ്. 2. പരിശുദ്ധ കന്യകാമറിയം നിത്യകന്യകയാണ്. 3. പരിശുദ്ധ കന്യകാമറിയം അമലോത്ഭവയാണ്. 4. പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരോപിതയാണ്. എന്താണ് വിശ്വാസ സത്യങ്ങൾ? ഒരു വിശ്വാസ സത്യം എന്ന് പറയുന്നത് വെളിവാക്കപ്പെട്ട ദൈവിക രഹസ്യത്തെ സഭ തൻ്റെ പ്രബോധന അധികാരമനുസരിച്ച് ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡോഗ്മ അഥവാ വിശ്വാസ സത്യം എന്ന് പറയുന്നത് സഭയുടെ പാരമ്പര്യങ്ങളിലും വിശുദ്ധ ഗ്രന്ഥത്തിലും അധിഷ്ഠിതമാണ്. ആയതിനാൽ ഏതൊരു കത്തോലിക്ക വിശ്വാസിയും ഒരു ക്രിസ്ത്യൻ ഡോഗ്മ വിശ്വസിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടവനാണ്. അതിൽ നിന്നും ആർക്കും ഒഴികഴിവില്ല. ഒന്നാമത്തെ വിശ്വാസ സത്യം, പരിശുദ്ധ കന്യകാമറിയം ദൈവമാതാവാണ്. AD 431 എഫേസുസ് സൂനഹദോസിൽ വച്ചാണ് പരിശുദ്ധ മറിയത്തിന്റെ ദൈവമാതൃത്വം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. അതേസമയം നിക്ക കോൺസ്റ്റാന്റിനോപ്പിൾ സൂനഹദോസിൽ തന്നെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഇപ്രകാരം ചൊല്ലുന്നുണ്ട്: ഈശോ മിശിഹ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും ജനിച്ചു എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ആദിമസഭ പരിശുദ്ധ കന്യകാമറിയത്തെ വിശേഷിപ്പിച്ചിരുന്നു ദൈവമാതാവ്, തെയോട്ടോക്കോസ് എന്നുള്ള പ്രയോഗം. എന്നാൽ നെസ്തോറിയൻ ഭാഷണത്തിലുള്ള പ്രചാരകരായ ചില മനുഷ്യന്മാർ മറിയത്തിന് ഈ തെയോട്ടോക്കോസ് അഥവാ ദൈവമാതാവ് എന്നുള്ള വിശേഷണം നൽകാനായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അവർ പറയുന്നത് മറിയത്തെ ക്രിസ്റ്റോട്ടോക്കസ് അഥവാ ക്രിസ്തുവിൻ്റെ അമ്മ എന്ന് മാത്രമേ വിളിക്കാനായിട്ട് പാടുള്ളൂ എന്നാണ്. മറിയത്തിനെ തെയോട്ടോക്കോസ് എന്ന് വിശേഷിപ്പിക്കാനായിട്ട് തിരുസഭ നൽകുന്ന നിരത്തുന്ന കാരണങ്ങൾ ഇതാണ്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. അവിടുന്ന് പൂർണ്ണമായ ദൈവമാണ്, പൂർണ്ണമായി മനുഷ്യനുമാണ്. അതേസമയം ഈശോ മിശിഹായുടെ വ്യക്തിത്വമാകട്ടെ ദൈവികമാണ്, ഡിവൈൻ പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈശോ മിശിഹായുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവമാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് സഭയുടെ പഠനം. മറിയത്തെ ദൈവമാതാവ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ സഭ പ്രധാനമായും 2 കാര്യങ്ങളാണ് സ്ട്രെസ് ചെയ്യുന്നത്, ഊന്നി പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നാമത്തത്, പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നാണ് പരിശുദ്ധ തൃത്വത്തിലെ 2ാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ ജന്മമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പുത്രൻ തമ്പുരാൻ്റെ അമ്മ എന്നുള്ള രീതിയിൽ പരിശുദ്ധ കന്യകാമറിയം ദൈവമാതാവാണ്. അതല്ലാതെ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ലക്ഷണങ്ങളായ ദൈവം സ്വയംഭൂവാണ്, അനാദിയാണ്, അശരീരിയാണ്, അങ്ങനെയുള്ള ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ മാതാവ് എന്ന നിലയിലല്ല പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് പറയുന്നു, ഏതൊരമ്മയും തൻ്റെ കുഞ്ഞിന് ശാരീരികമായ ജന്മം നൽകാനായിട്ട് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്നു, അതുപോലെ പുത്രൻ തമ്പുരാൻ്റെ മനുഷ്യ അവതാരത്തിൽ ഒരമ്മ എന്ന രീതിയിൽ ശാരീരികമായ രൂപീകരണത്തിന് പരിശുദ്ധ കന്യകാമറിയം തൻ്റേതായ പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവമാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നതിന് തീർച്ചയായും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പ്രത്യേകിച്ച് ലൂക്കാ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മറിയം എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്ന സമയത്ത് എലിസബത്ത് മറിയത്തെ വിശേഷിപ്പിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നാണ്, മദർ ഓഫ് മൈ ലോർഡ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെ മറിയത്തെ ദൈവമാതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന തെറ്റില്ല. അതുമാത്രമല്ല, മംഗളവാർത്താ സമയത്ത് ഗബ്രിയേൽ ദൂതൻ മറിയത്തെ വിളിക്കുന്നത് നിന്നിൽ നിന്നും പിറക്കുന്നവൻ ദൈവപുത്രൻ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. അഥവാ മറിയത്തിൽ നിന്ന് പിറക്കുന്നവൻ ദൈവപുത്രനാണ്. അതുകൊണ്ട് തന്നെ മറിയം ആരാണ്? ദൈവമാതാവാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ഈ കാര്യം പറയുന്നുണ്ട്. കാലത്തിന്റെ പൂർണ്ണതയിൽ ദൈവപുത്രൻ സ്ത്രീയിൽ നിന്നും ജാതനായി. ആരാണ് ആ സ്ത്രീ? പരിശുദ്ധ കന്യകാമറിയാണ്. അപ്പോൾ ദൈവപുത്രൻ ജാതനായ സ്ത്രീയാണ് പരിശുദ്ധ കന്യകാമറിയം എന്നുള്ളത് കൊണ്ട് മറിയത്തെ ദൈവമാതാവ്, ദൈവകുമാരൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ, തെയോട്ടോക്കോസ് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പഠനവും പാരമ്പര്യവും. രണ്ടാമത്തെ വിശ്വാസ സത്യം, പരിശുദ്ധ കന്യകാമറിയം നിത്യകന്യകയാണ്.
AD 649 ലാറ്ററൻ കൗൺസിൽ വെച്ച് മാർട്ടിൻ ഒന്നാമൻ മാർപ്പാപ്പ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നിത്യകന്യകാത്വം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. മാർപ്പാപ്പ പറയുന്ന ഇപ്രകാരമാണ്: അനുഗ്രഹീതയും അമലോത്ഭവവുമായ പരിശുദ്ധ കന്യകാമറിയം പുരുഷ സംസർഗം കൂടാതെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാക്കപ്പെടുകയും തൻ്റെ കന്യാത്വത്തിന് ഭംഗം വരുത്താതെ പുത്രന് ജന്മം നൽകുകയും ജീവിതകാലം മുഴുവനും തൻ്റെ കന്യാത്വം അഭംഗുരം കാത്തു സൂക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സഭയുടെ പഠനം, പ്രബോധനം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കന്യകാമറിയം ഈശോയുടെ ജനനത്തിന് മുൻപും ഈശോയുടെ ജനന സമയത്തും ഈശോയുടെ ജനനത്തിന് ശേഷവും കന്യകയായിട്ട് തുടരുന്നു എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക? ഈശോയുടെ ജനനത്തിന് മുമ്പ് പരിശുദ്ധ കന്യകാമറിയം കന്യകയായിരുന്നു എന്നുള്ളത് ലൂക്കാ സുവിശേഷകൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മംഗളവാർത്തന സമയത്ത് മാലാഖ വന്ന് പറയുമ്പോൾ മാതാവ് ചോദിക്കുന്ന കാര്യം ഇതാണ്: ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധ കന്യകാമറിയം ഈശോയുടെ ജനനത്തിന് മുമ്പ് കന്യകയായിരുന്നു എന്നുള്ളത്. വീണ്ടും സഭ പറയുന്നത് ഈശോയുടെ ജനന സമയത്തും പരിശുദ്ധ കന്യകാമറിയം കന്യകയായിരുന്നു എന്നുള്ളതാണ്. ഇതെങ്ങനെ സംഭവിക്കും? കാൽസിഡൻ സൂനകദോസ് പറയുന്നത് AD 451 പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കന്യാത്വത്തിന് ഭംഗം വരാതെ ഉള്ള ഈശോയുടെ ജനനം ദൈവം അനുവദിച്ച ഒരു അത്ഭുതമായിരുന്നു എന്നുള്ളതാണ്. മിസ്റ്റർ തോമസ് അക്വിനാസ് അതിനെക്കുറിച്ച് പറയുന്ന കാര്യം ഇതാണ്: കന്യാത്വത്തിന് ഭംഗം വരുത്തുക എന്നുള്ളത് ഒരു ശാരീരികമായ അടയാളത്തിന് ലക്ഷണമായിട്ട് മാത്രം കണക്കാക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഈശോയുടെ ജനനം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കന്യാത്വത്തിന് ഭംഗം വരുത്തിയില്ല എന്ന് പറയുമ്പോൾ ഈശോയുടെ ജനനത്തിനാണ്, ആ ജനനത്തിൻ്റെ പ്രാധാന്യത്തിനാണ് സഭ കൂടുതൽ ഊന്നൽ നൽകുന്നത് എന്നാണ് മിസ്റ്റർ തോമസ് അക്വിനാസ് പറയുന്നത്. മിസ്റ്റർ അഗസ്തിനോസ് പറയുന്നതാകട്ടെ ചില ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ടാണ്. അഗസ്തിനോസ് പറയുന്നത് ഇപ്രകാരമാണ്: ഒരു പ്രകാശം ഒരു ഗ്ലാസ്സിന് ഭംഗം വരുത്താതെ എങ്ങനെ അകത്തേക്ക് കടക്കുന്നുവോ അതുപോലെ ഈശോയുടെ ജനനം സാധ്യമായി എന്നുള്ളതാണ്. അഥവാ ഉദ്ധാനം ചെയ്ത ഈശോ അടച്ചിട്ട മുറിയിൽ കഥ അടച്ചിരുന്നിട്ടും എപ്രകാരം ശിഷ്യന്മാർക്ക് മുറിയുടെ അകത്തേക്ക് പ്രത്യക്ഷപ്പെട്ടുവോ അപ്രകാരം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ നിന്നും അമ്മയുടെ കന്യാത്വത്തിന് ഭംഗം വരുത്താത്ത രീതിയിൽ ഈശോ ജനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്ന കാര്യം ഇതാണ്: ഈശോയുടെ ജനനത്തിന് ശേഷവും പരിശുദ്ധ കന്യകാമറിയം അഭംഗരം കന്യകയായിട്ട് തുടർന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് പലപ്പോഴും ഒരു തർക്ക വിഷയമാണ്. മേരിക്ക് മറ്റു മക്കളുണ്ടായിരുന്നുവല്ലോ എന്നൊരു ചിന്ത പ്രൊട്ടസ്റ്റന്റുകാരും പെന്തക്കോസ്തക്കാരും എപ്പോഴും ആരോപിക്കുന്ന ഒരു ആരോപണമാണ്. അതിൽ പറയുന്നൊരു കാര്യം, ഈശോയുടെ സഹോദരന്മാരായിട്ട് ബൈബിളിൽ പറയുന്ന യാക്കോബാകട്ടെ ജോസയാകട്ടെ അവിടെ ഉപയോഗിക്കുന്ന ടേം അദൽഫോയ് എന്നുള്ളതാണ്. അദൽഫോയ് എന്ന ടേമിന് ഡയറക്റ്റ് ബ്രദേഴ്സ് എന്നുള്ള അർത്ഥമില്ല, മറിച്ച് കൂട്ടത്തിൽപ്പെട്ടവരോ കസിൻ ബ്രദേഴ്സോ ഒക്കെ ആകാം. അതുകൊണ്ട് തന്നെ അവരുടെ അമ്മയായ മറിയം എന്ന് പറയുന്നത്, യാക്കോബിൻ്റെയും ജോസയുടെയും അമ്മയായ മറിയം എന്ന് പറയുന്നത് ഈശോയെ അനുഗമിച്ച സ്ത്രീകളിൽപ്പെട്ട ഒരു മറിയമാണെന്നും അവർ ഈശോയുടെ കസിൻ ബ്രദേഴ്സാണ് എന്നുമുള്ളതാണ് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ഈ മറിയത്തെയാണ് മത്തായി സുവിശേഷകൻ മറ്റേ മറിയം എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. അത് മാത്രമല്ല, മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിന് ഇപ്രകാരം വായിക്കുന്നുണ്ട്: ശിശുവിനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ ജനന ശേഷം ഔസപിതാവ് മാതാവിനെ അറിഞ്ഞു, അല്ലെങ്കിൽ അവർ തമ്മിൽ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള ചില ദുർവ്യാഖ്യാനങ്ങളും ഈ വചനത്തെ ബന്ധപ്പെടുത്തി നടത്താറുണ്ട്. അതും തെറ്റാണ്. അവൻ അവളെ അറിഞ്ഞില്ല എന്നുള്ളത്, അറിഞ്ഞില്ല എന്ന് പറയുന്ന വാക്കിൻ്റെ ഹീബ്രു പദം യാദ് എന്നുള്ളതാണ്. അത് ശാരീരികമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ അവൻ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ എന്ന് ഉപയോഗിക്കുമ്പോൾ ഹെയ്സോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് പദമാണ് അൺടിൽ എന്നുള്ള ഇംഗ്ലീഷ് വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആ വാക്കിൻ്റെ ഉപയോഗം കൊണ്ടുള്ള അർത്ഥം, ആ വാക്ക് എവിടെ ഉപയോഗിക്കുന്നോ അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം നടന്നു എന്നർത്ഥമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പുത്രനെ പ്രസവിച്ചതിന് ശേഷം അവൻ അവളെ അറിഞ്ഞു എന്നൊരിക്കലും അർത്ഥമാക്കുന്നില്ല. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ സാമൂൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ശാവൂളിൻ്റെ മകളായ മിഖായേലിന് തൻ്റെ മരണം വരെ സന്തതി ഉണ്ടായിരുന്നില്ല. മരണം വരെ, അതിൻ്റെ അർത്ഥം മരിച്ചതിന് ശേഷം സന്തതി ഉണ്ടായിരുന്നതാണോ? അല്ല, ഒരിക്കലുമല്ല. അതൊരു ഭാഷാ പ്രയോഗമാണ്. അത് മാത്രമല്ല, ഇവിടെ ഉപയോഗിക്കുന്ന യാദ് എന്ന വാക്കിന് അറിയുക എന്നുള്ള ഭാഗത്തിന് ഔസപിതാവും മാതാവും തമ്മിലുള്ള ശാരീരിക ബന്ധം മാത്രമല്ല അർത്ഥമാകുക. അറിയുക എന്നുള്ളതിന് ഗ്രഹിക്കുക, മനസ്സിലാക്കുക എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈശോ ജനിച്ചതിന് ശേഷമാണ് മാതാവിലൂടെ വെളിപ്പെട്ട ദൈവിക രഹസ്യം ഔസപിതാവ് ഗ്രഹിച്ചത്, മനസ്സിലാക്കിയത് എന്നാണ് കൂടിയും ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം ഈശോയുടെ ജനനത്തിന് മുൻപും ജനന സമയത്തും ജനനത്തിന് ശേഷവും കന്യകയായിട്ട് തുടരുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കന്യാത്വത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ജീവിതത്തിലുടനീളം പരിശുദ്ധയായിട്ട് വിശുദ്ധയായിട്ട് ജീവിച്ചു എന്നുള്ളതാണ്.
ആ മറിയത്തോടുള്ള ഭക്തി, പരിശുദ്ധ കന്യകയാണ് മറിയം എന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ വിശുദ്ധി നഷ്ടപ്പെടാവുന്ന സാഹചര്യങ്ങളിൽ പരിശുദ്ധ കന്യകയോടുള്ള മധ്യസ്ഥം തീർച്ചയായിട്ടും കുറേയും കൂടി വിശുദ്ധമായ ജീവിതത്തിൽ നമ്മളെ പ്രാപ്തരാക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തെ നിത്യകന്യകയാണ് എന്നുള്ള വിശേഷണം കൊണ്ട് സഭ ഉദ്ദേശിക്കുന്നതും പരിശുദ്ധ കന്യകാമറിയത്തിലുള്ള ഭക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നതും. മൂന്നാമത്തെ വിശ്വാസ സത്യം, പരിശുദ്ധ കന്യകാമറിയം അമലോത്ഭവയാണ്. 1854 9-ാം പിയൂസ് മാർപ്പാപ്പ അവർണ്ണനീയനായ ദൈവം എന്ന തിരുവെഴുത്ത് വഴി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. എന്താണ് പരിശുദ്ധ കന്യകാമറിയം അമലോത്ഭവയാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കത്തോലിക്ക സഭയുടെ വിശ്വാസം അനുസരിച്ച് ജനിച്ചു വീഴുന്ന എല്ലാ മക്കളും, എല്ലാ കുഞ്ഞുങ്ങളും ഉത്ഭവപാപത്തിൻ്റെ പാപാവസ്ഥയിലാണ്. അതായത് ആദ്യ മാതാപിതാക്കളായ ആദത്തിൻ്റെയും ഹവ്വായുടെയും പാപം മൂലമുണ്ടായ പാപാവസ്ഥയിലാണ് ജനിച്ചു വീഴുന്നത്. അതിനെ ആധുനിക ദൈവശാസ്ത്രജ്ഞന്മാർ ഇൻക്ലിനേഷൻ ടു സിൻ, ജന്മലാ ഉള്ള മനുഷ്യൻ്റെ പാപത്തിനോടുള്ള ചായ്വ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇപ്രകാരമുള്ള ഉത്ഭവപാപത്തിൻ്റെ കറ പുരളാതെ ജനിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം എന്നുള്ളതാണ് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നത്. അത് ഇപ്രകാരമാണ് പ്രഖ്യാപിക്കുന്നത്: ദൈവം തൻ്റെ കൃപയാലും പ്രത്യേകമായ ആനുകൂല്യത്താലും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ ഈശോ മിശിഹായുടെ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രത്യേകമായ ആനുകൂല്യത്താലും ലോകരക്ഷകനായ ഈശോ മിശിഹായുടെ പ്രത്യേകമായ യോഗ്യതകളെ മുൻനിർത്തിക്കൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ അവളുടെ ഉത്ഭവം മുതൽ ഉത്ഭവപാപത്തിൻ്റെ കറകളിൽ നിന്നും അപങ്കുരം കാത്തു സൂക്ഷിച്ചു എന്നാണ് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നത്. ഇതിനെ സ്ക്രിപ്ചറൽ ബേസായിട്ട് പറയുന്നത് ലൂക്കാ സുവിശേഷകൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ മാലാഖ വന്ന് പരിശുദ്ധ കന്യകാമറിയത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്ന് പറഞ്ഞാൽ കൃപ നിറഞ്ഞവളാണ് മറിയം, പാപത്തിൻ്റെ കറയേശാത്തവളാണ് മറിയം എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ സർപ്പത്തിൻ്റെ തല തകർക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അത് മറിയമായിട്ടാണ് തിരുസഭ വ്യാഖ്യാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ, സർപ്പത്തിൻ്റെ തല തകർക്കാനായിട്ടുള്ള പരിശുദ്ധ അമ്മ പാപത്തിൻ്റെ യാതൊരുവിധ കറയും ഏശാത്തവളാണ് എന്ന് ചുരുക്കം. വിശുദ്ധ ഇരണേവൂസ് മറിയത്തെ അതുകൊണ്ട് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട് 2-ാം ഹവ്വ എന്ന്. ആദ്യത്തെ ഹവ്വ പാപത്തിനും മരണത്തിനും കാരണമായതുപോലെ രണ്ടാമത്തെ ഹവ്വയായിട്ടുള്ള പരിശുദ്ധ കന്യകാമറിയം ജീവന് കാരണമായി തൻ്റെ അനുസരണം വഴി എന്നാണ് പറയുന്നത്. വിശുദ്ധ അപ്രയും ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: അല്ലയോ ദൈവമേ, നീ എപ്രകാരം കളങ്കരഹിതനായി നിൽക്കുന്നുവോ അതുപോലെ തന്നെ നിന്റെ അമ്മയും കളങ്കരഹിതയായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അതേസമയം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ സത്യം സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ സഭയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപാട് വെല്ലുവിളികൾ സഭയ്ക്കുണ്ടായി. പ്രത്യേകിച്ച് പുറത്തുനിന്ന് പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ വഴിയായിട്ടും അകത്തു നിന്നാകട്ടെ പല ദൈവശാസ്ത്രജ്ഞന്മാരും ഇതിനെ എതിർക്കുകയും തർക്കുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു പ്രതിസന്ധി കാലഘട്ടത്തിലാണ് മറ്റൊരു പ്രധാന സംഭവം സംഭവിക്കുന്നത്. ഫ്രാൻസിലെ ലൂർദ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ബെർണദീത്ത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെടുകയാണ്. ഏകദേശം 1858 ഫെബ്രുവരി 11 മുതൽ ജൂലൈ വരെയുള്ള കാലഘട്ടത്തിൽ 16 തവണയാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷീകരണം ഈ പെൺകുട്ടിക്ക് ഉണ്ടാകുന്നത്. ഓരോ തവണയും ബെർണദീക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ഒരു ദേവാലയം പണിയണമെന്ന് പറയുന്നു, പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കണം എന്ന് പറയുന്നു. തൻ്റെ പേര് എന്താണ് എന്ന് ബെർണദീത്ത ആ സ്ത്രീയോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തുന്ന പേരാണ് ഞാൻ അമലോത്ഭവയാണ് എന്നുള്ളത്. അത് കേട്ട് ബെർണദീത്ത പുണ്യവതിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവൾ ചെന്ന് പള്ളിയിലെ വികാരിസിൻ്റെ അടുത്ത് പറയുന്നു തനിക്കൊരു ദർശനം ഉണ്ടാകുന്നുവെന്നും അത് ആവർത്തിച്ചുണ്ടാകുന്നു എന്നൊക്കെ. വികാരിസിന് അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ആദ്യം അവൾ അവഗണിക്കുന്നു, പിന്നീട് പറയുന്നുണ്ട് ഇനി ആ സ്ത്രീ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നീ ആരാണെന്ന് ചോദിക്കും. അതുപ്രകാരമാണ് വിശുദ്ധ ബെർണദീത്ത പരിശുദ്ധ അമ്മയുടെ അടുത്ത് നീ ആരാണ് എന്ന് ചോദിക്കുന്നതും പരിശുദ്ധ അമ്മ ഞാൻ അമലോത്ഭവയാണ് എന്ന് ആ വിശുദ്ധരുടെ അടുത്ത് പറയുന്നതും. ഈ പുണ്യവതി വികാരിസിൻ്റെ അടുത്ത് നിന്ന് പറയാണ് ഞാൻ അമലോത്ഭവയാണ് എന്നുള്ള പരിശുദ്ധ അമ്മയുടെ പേര്. അത് കേട്ട് വികാരിസിന് വളരെ അത്ഭുതാവഹമാകുകയാണ്. അപ്രകാരമാണ് പിന്നീട് പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഈ അമലോത്ഭവ സത്യം ലോകത്തിന് മുഴുവൻ പ്രചാരം കിട്ടുന്നതും അതിൻ്റെ പ്രതീകമെന്ന രീതിയിൽ ഫ്രാൻസിൽ ലൂർദിൽ വലിയൊരു അമലോത്ഭവ മാതാവിൻ്റെ ദേവാലയം പണിതുയർക്കപ്പെടുന്നു. നമുക്കറിയാം ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മരിയൻ തീർത്ഥകേന്ദ്രമാണ് അമലോത്ഭവ മാതാവിൻ്റെ നേതൃത്വത്തിലുള്ള പേരിലുള്ള ലൂർദ് എന്ന ഫ്രാൻസിലെ തീർത്ഥകേന്ദ്രം. എത്രയോ രോഗികളാണ് ഓരോ ദിവസവും അവിടെ സൗഖ്യം പ്രാപിച്ചു പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവത്തെ സഭ പ്രഖ്യാപിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് അതൊരു ദൈവിക സാക്ഷ്യമായിട്ട്
ഒരു അത്ഭുതത്തിലൂടെ സ്ഥിരീകരിക്കുന്നു എന്ന് വേണം കൂടിയും നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ കന്യകാമറിയം അമലോത്ഭവയാണ് എന്ന് പറയുമ്പോൾ, ഉത്ഭവപാപത്തിൻ്റെ കറ ഏശാത്തവളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ആ അമ്മയോടുള്ള ഭക്തി, ആ അമ്മയോടുള്ള വിശ്വാസം. പാപത്തിൻ്റെ കറ പുരളാതെ ജീവിക്കാനായിട്ട് ഒരു കത്തോലിക്ക വിശ്വാസി എന്ന രീതിയിൽ എനിക്കും സഹായിക്കും, സാധ്യമാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മിസ്റ്റർ മൗണ്ട് ഫോർട്ട് ഇപ്രകാരം പറയുന്നത്, അനുദിനം ജപമാല ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പാപത്തിൽ വീണു പോവുകയില്ല, ഇതെൻ്റെ ഹൃദയരക്തം കൊണ്ട് ഞാൻ എഴുതി സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാതാവിനോടുള്ള, പ്രത്യേകിച്ച് അമലോത്ഭവ മാതാവിനോടുള്ള ഭക്തി പാപത്തിൽ വീഴാതെ ജീവിക്കാൻ നമ്മളെ സഹായിക്കും. നാലാമത്തെ വിശ്വാസ സത്യം, പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരോപിതയാണ്. 1950 12-ാം പിയൂസ് മാർപ്പാപ്പയാണ് പരമകാരുണികനായ ദൈവം എന്ന തിരുവെഴുത്തു വഴി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. മാർപ്പാപ്പ പറയുന്ന ഇപ്രകാരമാണ്: അമലോത്ഭവിയും നിത്യകന്യകയുമായ പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ഇഹലോകവാസത്തിന് ശേഷം ആത്മശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് കരകയറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഇതാണ് സഭ ഔദ്യോഗികമായിട്ട് വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും. എന്താണ് ഇതിനുള്ളൊരു ബാക്ക്ഗ്രൗണ്ട്? നമുക്കറിയാം, പരിശുദ്ധ കന്യകാമറിയത്തെ മരണത്തെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ ബൈബിളിൽ നിന്ന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യകാമറിയം മരിച്ചു എന്ന് കരുതപ്പെടുന്നത് 2 സ്ഥലങ്ങളിൽ വെച്ചാണ്. ഒന്ന്, മറിയം ജെറുസലേമിൽ വെച്ച് മരണപ്പെട്ടുവെന്നും, രണ്ടാമത്തത് മറിയം യോഹന്നാൻ സ്ലീഹയുടെ കൂടെ എഫേസോസിലേക്ക് പോയി അവിടെ വെച്ച് മരിച്ചു എന്നുമാണ് കരുതപ്പെടുന്നത്. അത് മാത്രമല്ല, മറിയത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ് നമ്മുടെ തോമാസ്ലീഹ അടക്കമുള്ള മറ്റ് ശിഷ്യന്മാർ തിരിച്ച് ജെറുസലേമിലെത്തിയെന്നും, അവിടെ വെച്ച് മറിയത്തിൻ്റെ കല്ലറ തുറന്നു നോക്കിയപ്പോൾ മറിയത്തിൻ്റെ ഭൗതിക ശരീരം അവിടെ കണ്ടില്ല എന്നുമുള്ള ചില പാരമ്പര്യ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യകാലം മുതൽ, ആദിമ നൂറ്റാണ്ട് മുതൽ, ആദിമ സഭയിൽ തന്നെ പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളൊരു വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അവർ മറിയം മരിച്ചു എന്ന് പറയാനായിട്ട് മടിയായിരുന്നു. മറിച്ച് മറിയം ഉറങ്ങി എന്നുള്ള പ്രയോഗമാണ് ആദിമസഭ ഉപയോഗിച്ചിരുന്നത്. അതുമാത്രമല്ല, മറിയം ഉറങ്ങി എന്ന് പറയുകയും മറിയത്തിൻ്റെ ഉറക്കത്തിൻ്റെ തിരുനാൾ എന്ന് പറഞ്ഞ തിരുനാൾ പോലും സഭയിൽ ആഘോഷിച്ചിരുന്നു. പ്രത്യേകിച്ച് 6-ാം നൂറ്റാണ്ടിൽ പൗരസ്ത്യ സഭകളിൽ, 7-ാം നൂറ്റാണ്ടായപ്പോഴേക്കും പാശ്ചാത്യ സഭകളിലും മറിയത്തിൻ്റെ ഉറക്കത്തിൻ്റെ തിരുനാൾ, ഫീസ്റ്റ് ഓഫ് ഡോർമീഷൻ എന്നുള്ള പേരിൽ ആഘോഷിക്കാനായിട്ട് തുടങ്ങിയിരുന്നു. ഈ ഫീസ്റ്റ് ഓഫ് ഡോർമീഷൻ അഥവാ ഉറക്കത്തിൻ്റെ തിരുനാളിൻ്റെ പൂർത്തീകരണമാണ്. അതിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടാണ് വീണ്ടും ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഈ സ്വർഗാരോപണ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത്. അതിലൂടെ സഭ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: ഈ ലോകത്തിൽ തൻ്റെ പുത്രൻ്റെ സഹനത്തിൽ പങ്കുചേർന്ന പരിശുദ്ധ അമ്മ പരലോകത്തിൽ അവൻ്റെ മഹത്വത്തിലും പങ്കുചേരുന്നു. എന്നുവെച്ചാൽ ഈ ലോകത്തിൽ ഈശോയുടെ ജനനം മുതൽ കാൽവരിൽ കുരിശ് വരെ, മരണം വരെ കൂടെ നിന്ന് അവൻ്റെ സഹനത്തിൽ പങ്കുപറ്റിയ പരിശുദ്ധ അമ്മ വരും ലോകത്തിൽ അവൻ്റെ മഹത്വത്തിലും പങ്കുപറ്റുന്നു എന്നുള്ളതാണ് സഭ പഠിപ്പിക്കുന്നത്. അതാണ് പൗലോസ് കൊരിന്തോസുകാർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്: ആദ്യം ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കും, അതിനുശേഷം അവനിലുള്ളവരും എന്ന് പറയുന്ന പോലെ ആദ്യം ഈശോ ഉയർത്തെഴുന്നേറ്റു, അതിനുശേഷം അവനിൽ ഉള്ളവരായ പരിശുദ്ധ അമ്മ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് കരകയറ്റപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് സഭ വിശ്വസിക്കുന്നതും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇതിനെക്കുറിച്ച് കുറേയും കൂടി വ്യക്തമായിട്ട് വീണ്ടും 1854 12-ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നുണ്ട്: സ്വർഗത്തിലേക്ക് കരകയറ്റപ്പെട്ട പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിചൂടപ്പെട്ടു എന്നാണ് പറയുന്നത്. 1954 മാർപ്പാപ്പ അത് പ്രഖ്യാപിക്കുന്നത്. സ്വർഗത്തിലേക്ക് കരകയറുക മാത്രമല്ല, പരിശുദ്ധ കന്യകാമറിയമാകട്ടെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട് അവരോധിക്കപ്പെട്ടു എന്നുള്ളതും കൂടിയും സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 15-ാം തീയതിയാണ് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളായിട്ട് സഭയിൽ ആഘോഷിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈശോയുടെ സ്വർഗാരോഹണം, മാതാവിൻ്റെ സ്വർഗാരോപണം, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈശോ തൻ്റെ ശക്തിയാൽ, പവറാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. മാതാവാകട്ടെ ഈശോയുടെ പ്രത്യേകമായ പ്രവർത്തനത്താൽ, ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്രവർത്തനത്താൽ സ്വർഗത്തിലേക്ക് ആവഹിക്കപ്പെട്ടു, എടുക്കപ്പെട്ടു. അതാണ് സ്വർഗാരോഹണവും സ്വർഗാരോപണവും തമ്മിലുള്ള വ്യത്യാസം. അസംഷൻ ആൻഡ് അസൻഷൻ. കത്തോലിക്ക സഭയുടെ പാരമ്പര്യം അനുസരിച്ച് പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിലേക്ക് കരകയറ്റപ്പെടുകയും സ്വർഗഭൂലോകങ്ങളെ രാജ്ഞിയായി മുടി ചൂടപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. മറിയം സ്വർഗത്തിലേക്ക് കരകയറ്റപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ഒരു കത്തോലിക്ക വിശ്വാസിക്ക് നൽകപ്പെടുന്ന പ്രത്യാശ എന്താണെന്ന് വെച്ചാൽ, ഏതൊരു വിശ്വാസിയും സ്വർഗോന്മുഖമായിട്ട് ജീവിക്കുന്നവരാണ്. മറിയം എന്ന് പറഞ്ഞ സാധാരണ മനുഷ്യ സ്ത്രീക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റിയെങ്കിൽ അത് നമുക്കും പറ്റും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്, തെളിവാണ്. പരിശുദ്ധ അമ്മയ്ക്ക് അത് പറ്റിയെങ്കിൽ നമുക്കും പറ്റും എന്ന് പറയുന്നത് പോലെ കത്തോലിക്ക സഭയിൽ അംഗമായ ഏതൊരു വിശ്വാസിയും സ്വർഗത്തിലേക്ക് തീർത്ഥാടനം നടത്തുന്നവരാണ്.
പരിശുദ്ധ കന്യകാമറിയം സഭയുടെ പ്രതീകമായിട്ട് വിശ്വാസികൾക്ക് മാതൃകയായിട്ട് അതിന് മുന്നോടിയായി സ്വർഗത്തിലേക്ക് എത്തപ്പെട്ടവളാണ്. നമുക്ക് ഓരോരുത്തർക്കും ആ മറിയത്തെ അനുകരിച്ചുകൊണ്ട് സ്വർഗം ലക്ഷ്യമാക്കി നടക്കാനും സ്വർഗം സ്വന്തമാക്കാനായിട്ടും പരിശ്രമിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിന് തിരുസഭയിൽ സവിശേഷമായിട്ടുള്ള സ്ഥാനമുണ്ട്. നമുക്കറിയാം, പരിശുദ്ധ കന്യകാമറിയത്തിന് വ്യത്യസ്തമായ വിശേഷണങ്ങൾ തിരുസഭ നൽകുന്നുണ്ട്. വാഗ്ദാനത്തിൻ്റെ പേടകമേ, സ്വർഗത്തിൻ്റെ വാതിലെ, ഉഷകാല നക്ഷത്രമേ. മാതാവ് വ്യത്യസ്തമായ പേരുകൾ തന്നെ അറിയപ്പെടുന്നുമുണ്ട്. കർമ്മല മാതാവ്, അമലോത്ഭവ മാതാവ്, വേളാങ്കണ്ണി മാതാവ്, മഞ്ഞു മാതാവ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കത്തോലിക്ക സഭയിൽ പാരമ്പര്യമായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിന് ഒരു പ്രാധാന്യം നൽകിയിരുന്നു എന്ന് തന്നെയാണ്. വിശുദ്ധന്മാരുടെ ചരിത്രമെടുക്കട്ടെ, മാർപ്പാപ്പന്മാരുടെ ഭക്താഭ്യാസങ്ങൾ എടുക്കട്ടെ, അതിലെല്ലാം തന്നെ മാതാവിന് സവിശേഷമായിട്ടുള്ള ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ മോട്ടോയായിട്ട് പറയുന്നത്, അമ്മേ ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്, തോത്തും തൂസ് എന്നുള്ള ലാറ്റിൻ പ്രയോഗമാണ്. എനിക്ക് തോന്നുന്നു ഏതൊരു കത്തോലിക്ക വിശ്വാസിക്കും മാതൃകയായിട്ട് എടുക്കാവുന്ന ഒന്നാണ് പരിശുദ്ധ പിതാവിൻ്റെ ഈ സമ്പൂർണ്ണമായിട്ടുള്ള സമർപ്പണം. സാധാരണ നമ്മൾ പറയും, മറിയത്തിൻ്റെ കൈ പിടിച്ച് ക്രിസ്തുവിലേക്ക് നടക്കുക. അതാണ് ഒരു കത്തോലിക്ക വിശ്വാസിയുടെ വിശ്വാസ ജീവിതം. മറിയം വഴി ക്രിസ്തുവിലേക്ക്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഈശോയുടെ കൂടെ നടന്ന് അവൻ്റെ സഹനത്തിൽ പങ്കുപറ്റി സ്വർഗം പ്രാപ്തമാക്കിയതുപോലെ നമ്മളെല്ലാവരും പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ചുകൊണ്ട് ഈശോയിലേക്ക് നടക്കുവാനും സ്വർഗത്തിലേക്ക് എത്തുവാനായിട്ടും പറ്റും. അതിനുവേണ്ടി ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് പരിശുദ്ധ അമ്മയോടുള്ള ജപമാല ഭക്തി എന്ന് പറയുന്നത്. ജപമാല ഭക്തിയിലൂടെ വളരുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും വിശ്വാസ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടും. സാധാരണ പറയും, പരിശുദ്ധ അമ്മ 3 സമ്മാനങ്ങളാണ് മനുഷ്യർക്ക് നൽകിയെന്നുള്ളത്. 1 ജപമാലയാണ്, 2 ഉത്തരീയമാണ്, 3 മെഡലാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജപമാല ചെല്ലുന്ന ഒരാൾ പാപത്തിൽ വീഴാതെ ജീവിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉത്തരീയം ധരിച്ചുകൊണ്ട് മരിക്കുന്ന ഒരാൾ ശുദ്ധീകരണ സ്ഥലത്തിൽ പോയാലും പരിശുദ്ധ അമ്മ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നു എന്നാണ് സഭാ പാരമ്പര്യവും പഠനവും പറയുന്നത്. പരിശുദ്ധ അമ്മ നൽകിയ മെഡൽ ധരിക്കുന്ന ആൾക്ക് അമ്മയുടെ സംരക്ഷണം പ്രത്യേകമാമിതം ഉണ്ടാകും എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഓർക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിലും ഭക്തിയിലുമാണ് വളരുന്നത്. അതുമാത്രമല്ല, പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയ ജപമാല പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോടുള്ള, ദൈവപുത്രനോടുള്ള ആരാധനയുമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ടും പ്രകടമാക്കുന്നതെന്ന് മറക്കാതിരിക്കുക. അതുകൊണ്ട് ആ അമ്മയോടുള്ള ഭക്തി നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാം. തമ്പുരാന്റെ സന്നിധിയിലേക്ക് കുറേയും കൂടിയും അമ്മയുടെ കൈ പിടിച്ച് നമുക്ക് നടന്നെടുക്കാം. നമുക്കറിയാമല്ലോ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ. ഏതൊരു ക്രിസ്ത്യാനിയുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗപ്രാപ്തിയാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എത്തപ്പെട്ടതുപോലെ നമുക്കും പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ട് സാധിക്കട്ടെ. സ്വർഗാരോപണ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം നേരുന്നു.